കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത്, കുട്ടികൾക്കായി ഒരു ഫേസ്ബുക്ക് ചാറ്റ് ആപ്ലിക്കേഷൻ വരുന്നു. രണ്ടാമത്തെ കാര്യം, സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ കൈരേഖകൾ വായിക്കാൻ പറ്റുന്ന ഒരു സാംസങ് എൻവിഷൻ ഫോൺ വരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോണത്. ആദ്യത്തേത് നമ്മുടെ കുട്ടികളുടെ ഫേസ്ബുക്ക് ചാറ്റിനെ കുറിച്ച് പറയാം. 12 വയസ്സിന് താഴെ വരുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ അനുവാദത്തോടെ അവരുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. മെസ്സഞ്ചർ കിഡ്സ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. അപ്പം ഇത് കുട്ടികളുടെ ചാറ്റ് മാത്രമാണ്, 12 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ ചാറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അത്ര ഈ ഒരു ആപ്പിന്റെ ഉദ്ദേശം. ഓക്കെ, ഇതിൽ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, മെസ്സഞ്ചർ കിഡ്സിൻ്റെ അകത്ത് ആഡുകൾ ഉണ്ടാവില്ല, പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുട്ടികളായതുകൊണ്ട് എന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ആപ്ലിക്കേഷന് ആപ്പിൾ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ആദ്യം വരിക, അതിനുശേഷമേ ആൻഡ്രോയിഡിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്, സാംസങ്ങിന്റെ എൻവിഷൻ ഫോൺസ് വരുന്നു. നമ്മുടെ കയ്യിൽ രേഖകൾ വായിച്ചുകൊണ്ട് നമ്മുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി എഫിഷ്യൻറ്റ് ട്രസ്റ്റ്വർത്തി സെക്യൂരിറ്റി സിസ്റ്റം ആയിരിക്കും സാംസങ്ങിന്റെ ഈ ഫോണിൽ വരിക. S9 ഫോണിൽ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലുമുള്ള ഫ്യൂച്ചർ മോഡൽസ് മുതലാണ് അത്ര ഈ ഒരു സംഭവം എൻവിഷൻ ഫോൺസ് അല്ലെങ്കിൽ പാം റീഡ് ചെയ്യുന്ന ഫോൺസ് വരുന്നത് എന്നാണ് ഇപ്പോൾ ന്യൂസ് കേൾക്കുന്നത്. അണിയറയിൽ കാര്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, എൻ്റെ രേഖകളായിരിക്കില്ല നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത്. അപ്പം ആ രേഖകളുടെ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു വേ ഓഫ് ഐഡന്റിറ്റി ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിലും അത് അൺലോക്ക് ചെയ്യാനും എല്ലാം തിരിച്ചെടുക്കാൻ റിക്കവർ ചെയ്യാനൊക്കെ നമ്മുടെ ഈ കൈരേഖ യൂസ് ചെയ്തിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ 2 ന്യൂസും നമ്മുടെ ടെക്നോളജിക്ക് വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം 2ഉം നല്ല പ്രതീക്ഷയോടെ തന്നെ നമുക്ക് നോക്കിക്കാണാം. എത്രയും പെട്ടെന്ന് ഇത്തരം മാറ്റങ്ങളൊക്കെ വരട്ടെ, ഇനിയും ടെക്നോളജി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.